വൈദികരുടെ കൂട്ടായ്മയുടെ പേരിൽ, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ പേരിൽ, സമൂഹത്തിൻ്റെ പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങാം. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഏറ്റവും വിശുദ്ധിയോടുകൂടി തമ്പുരാൻ്റെ ഈ തിരുബലിക്ക് നമ്മെ തിരഞ്ഞെടുക്കാം. ഈ ദേവാലയത്തിൽ നമ്മളെല്ലാവരുമായിരിക്കുന്നത് ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ടാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഈ അൾത്താരയിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉയർത്തിയ വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ അതേ തീക്ഷ്ണതയോടുകൂടി നമുക്കും ദൈവത്തെ നോക്കാം. നമ്മുടെ ജീവിതം മുഴുവൻ കൃപകൾ കൊണ്ട് നിറയാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഈ വിശുദ്ധ കുർബാനയിൽ ഏറ്റവും സജീവമായി പങ്കുചേരുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കൃപയൊഴുക്കുവാൻ തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനാപൂർവം ഈ വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
പ്രകാശമേ മിഴി തുറക്കുക വേഗം, കണ്ണിനാലേ നിൻ രൂപം കാണുവാൻ, ഇരുളകറ്റിയിടുക നിൻ വഴിയേ നടക്കാൻ, വചനവും തന്നരുളുക പാഥേയമായി. പ്രകാശമേ എൻ മിഴി തുറക്കൂ, മിഴി തുറക്കൂ, മിഴി തുറക്കൂ. പിതാ പുത്ര പവിത്രാത്മനേ, പിതാ പുത്ര പവിത്രാത്മനേ, പിതാ പുത്ര പവിത്രാത്മനേ, സ്തുതിയും ബഹുമതിയും എന്നും എന്നേക്കും. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി
ഗീതം. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സൈന്യമെന്റെ
വസതിയിൽ കഴിയുവാനിൻ മോഹം മധുരമങ്ങി മഹിമയിൽ മറയുവാനിൻ ദാഹം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിക
അവിടുത്തെ പുകളുര ചെയ്യുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ സെബസ്ത്യാനോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നവനും ഗ്രഹിക്കുന്നവനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ പടയാളി, എന്റെ മകനെ, നീ യേശു ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുൻപിൽ വച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരോട് കൂടെ പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. നിയമത്തിനനുസൃതം മത്സരിക്കാത്ത ഒരു കായിക അഭ്യാസിക്ക് കിരീടം ലഭിക്കുകയില്ല. അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന്റെ ആദ്യപങ്ക് ലഭിക്കേണ്ടത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസാകും വയലേലകളിൽ ഇന്നും കളകൾ പിഴുതു മാറ്റൂ. നല്ല നീലങ്ങളിൽ വീണൊരു വിത്തുപൊട്ടിങ്ങൾ ഫലമേകിടൂ. വിളവിന്റെ നാഥന്റെ തിരുമുൻപിലായിന്ന് സ്തുതിഗീതമാലപിക്കൂ. മാംസമായി മണ്ണിതിൽ അവതാരം ചെയ്തൊരു വചനം, തിരുവചനം. ജീവനും മാർഗവും സത്യവുമാകുന്ന വചനം, തിരുവചനം. നമുക്ക് നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10, തിരുവചനങ്ങൾ 26 മുതൽ 33 ഉൾപ്പെടെ.
നിർഭയം സാക്ഷ്യം നൽകുക. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടുവിൻ. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമുക്ക് വേണ്ടി വചന സന്ദേശം നൽകുക ബഹുമാനപ്പെട്ട ജോയ്സ് പറപ്പള്ളി അച്ഛനാണ്. അച്ഛൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അച്ഛനെ വികാരിയസിൻ്റെ പേരിൽ, ഇടവക സമൂഹത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ ആലയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരുപാട് നാളുകൾ പ്രാർത്ഥിച്ച് വിളി കേട്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ച ദൈവജനം, തങ്ങളെ അനുഗ്രഹിച്ച വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥത്തിന് കീഴിൽ ഒരു നാൾ കൂടി ഒന്നിച്ചു ചേർന്നിരിക്കുന്ന സുന്ദരമായ ഒരു മുഹൂർത്തം, അനുഗ്രഹത്തിൻ്റെ പരിശുദ്ധമായ ഒരു ദിവസം. ഈ ദിവസം ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ജീവിതത്തിൻ്റെ പ്രതീക്ഷകളുമെല്ലാമായി ദൈവതിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ക്രിസ്തുവിശ്വാസത്തിന് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകി, ക്രിസ്തുവിശ്വാസത്തിന് ജീവിതം കൊണ്ട് തീരൊഴുതി, തൻ്റെ ജീവരക്തം കൊണ്ട് അതിനൊപ്പിട്ട ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ ദിവസം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ദിവസം ദൈവത്തിൻ്റെ വചനം നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം കണ്ടു: എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ നിന്നെ ഞാൻ ഏറ്റുപറയണമെങ്കിൽ നീ ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. ഈ ലോകത്ത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഈ ലോകത്ത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവരെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ഈ ദിവസം വന്ന് നിറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ ആഘോഷിച്ച് കടന്നു പോകുമ്പോൾ നാം ചെയ്യുന്നത് എന്താണ്? ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഈ തിരുനാൾ ആഘോഷ ദിവസം നാം കാണിക്കുന്ന കാര്യങ്ങളെല്ലാം, നമ്മുടെ ആചാരങ്ങൾ മുഴുവനും ഒരു തരത്തിൽ പറഞ്ഞാൽ തികച്ചും ഭോഷത്തരമല്ലേ? ഈ ആചാര ആഘോഷങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ തികച്ചും ഭോഷത്തരമെന്ന് ലോകദൃഷ്ട്യാ തോന്നിപ്പോകുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അല്പവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ, ശരീരം മുഴുവനും മുറിവേറ്റ് പിടയുന്ന, മുറിവേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ശരീരത്തിൽ മുഴുവനും അമ്പ് തറയ്ക്കപ്പെട്ട ഒരു മനുഷ്യൻ, മരത്തോട് ചേർത്ത് കെട്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ രൂപവും എഴുന്നള്ളിച്ചുകൊണ്ട് ഈ തെരുവുകളിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ സമൂഹം ഒരുപക്ഷെ നമ്മെ നോക്കി പറഞ്ഞേക്കാം, ഇത് ശുദ്ധ ഭോഷത്വമല്ലേ, ഇത് ശുദ്ധ അസംബന്ധമല്ലേ? പ്രിയപ്പെട്ടവരെ, പക്ഷേ ഈ വിശുദ്ധൻ്റെ സ്വരൂപം എഴുന്നള്ളിച്ചുകൊണ്ട്
ഈ നഗരത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഒരു ലോകവും ഒരു കാലഘട്ടവും ഭോഷത്വമെന്ന് നമ്മെ നോക്കി പറഞ്ഞാലും നമുക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ ഓരോ ക്രിസ്തു ശിഷ്യന്റെയും ജീവിതത്തിൽ, ഓരോ ക്രിസ്തു അനുയായിയുടെയും ജീവിതത്തിൽ ഈ ഭോഷത്വമാണ് ലോകം പറയുന്ന, ഈ ഭോഷത്വമാണ് ഏറ്റവും പരിശുദ്ധമായ നിമിഷങ്ങളെന്ന്, ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ മുഹൂർത്തമെന്ന്. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ കുരിശിന്റെ ഭോഷത്വത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു. ഒരു കാലഘട്ടം പരാജയപ്പെട്ടവന്റെ കുരിശെന്ന് പറഞ്ഞത്, ശപിക്കപ്പെട്ടവന്റെ കുരിശെന്ന് പറഞ്ഞത് എൻ്റെ യേശു കാൽവരിയിൽ മരണം വരിക്കുന്ന നിമിഷം ഒരു കാലഘട്ടം പറഞ്ഞത് ഇവനാണ് ലോകം കണ്ട ഏറ്റവും വലിയ പരാജയപ്പെട്ടവനെന്ന്. പക്ഷേ കാലം തെളിയിച്ച കാര്യമുണ്ട്. ഈ കുരിശിലെ പരാജയപ്പെട്ടവനാണ് ഒരു കാലഘട്ടത്തിൻ്റെ ഈ ചരിത്രത്തിലുടനീളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം വിജയിക്കപ്പെട്ട മനുഷ്യനെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്ന കാര്യമുണ്ട്. യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നാമം ചെയ്യുന്നത് എങ്ങനെയാ? ഈ ആധുനിക കാലഘട്ടം ഒരുപക്ഷെ ഈ അല്പവസ്ത്രധാരിയായ ഈ അമ്പുകളേറ്റ സെബസ്ത്യാനോസിനെ നോക്കി, ഈ സെബസ്ത്യാനോസിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന നമ്മെ നോക്കി ഈ കാലഘട്ടം പറഞ്ഞേക്കാം ഇത് ഭോഷത്വമല്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തെ നോക്കി നമുക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ, ഈ ഭോഷത്വമാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ വിജയമെന്ന്. ഈ ഭോഷത്വമാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന്, ആധാരമെന്ന് ഈ കാലഘട്ടത്തോട് വിളിച്ചോതേണ്ടുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ച് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഏറെ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. ഈ ദേവാലയത്തിൽ വിളികേട്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ സമ്പന്നമാക്കുന്ന സെബസ്ത്യാനോസിനെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്കാർക്കും ഒരു വിഷമവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന അത്ഭുത പ്രവർത്തകനായ ഒരു സെബസ്ത്യാനോസിനെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കാർക്കും ഒരു വിഷമവുമില്ല. പക്ഷേ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ നിന്നോട് പറയുന്നത് അത്ഭുത പ്രവർത്തകനായ ഒരു സെബസ്ത്യാനോസിനെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാനല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വ മകുടം ചൂടിയ ഒരു വിശുദ്ധനെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാനാ. രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനാണ് ഈ തിരുനാൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കാലം ക്രൈസ്തവനെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് അത്ഭുതങ്ങളുടെ സുവിശേഷം രചിക്കത്തക്ക രീതിയിൽ മാത്രം ജീവിതങ്ങളെ ഈ കാലഘട്ടം മാറ്റിയിരിക്കുന്നു. ജീവിതത്തിൻ്റെ മുറിവുകളും ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും സഹനങ്ങളും രക്തസാക്ഷിത്വത്തിൻ്റെ നിമിഷങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് അത്ഭുതങ്ങളുടെ സുവിശേഷങ്ങളെ ചേർത്ത് വയ്ക്കാൻ മാത്രം ഈ കാലഘട്ടം പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്ക് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മോട് പറയുന്നു, പ്രിയപ്പെട്ട മകനെ, എൻ്റെ കാൽപാദത്തിങ്കലേക്ക് നീ പ്രാർത്ഥനയ്ക്കായിട്ട് മധ്യസ്ഥത്തിനായിട്ട് കടന്നു വരുമ്പോൾ അതിനു മുമ്പ് നിന്റെ ജീവിതത്തിൽ നിനക്ക് ചേർത്ത് വയ്ക്കാൻ ഒരു സഹനത്തിൻ്റെ ഒരു മുറിപ്പാടുകളൊക്കെ നിന്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ നിനക്കുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ തൊട്ടുബന്ധിക്കാൻ വരുമ്പോൾ അതിനു മുമ്പ് നിന്റെ ജീവിതത്തിൽ ചില സഹനത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഏൽക്കേണ്ടി വന്ന ചില മുറിപ്പാടുകൾ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാനില്ലെങ്കിൽ രക്തസാക്ഷിയായ ഒരു വിശുദ്ധനെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ നിനക്ക് കഴിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ തിരുശേഷിപ്പുകൾ എടുത്ത് വന്ദിക്കാനും തിരുസ്വരൂപത്തിന് മുമ്പിൽ വണങ്ങാനും പോകുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിന് അർത്ഥമില്ല, അതിനുള്ള യോഗ്യത നിനക്കില്ല. പ്രിയപ്പെട്ടവരെ, മുറിവുകൾ ഏറ്റെടുക്കാൻ വിശ്വാസത്തിൻ്റെ ഇടവഴികളിലൂടെയും ഊടുവഴികളിലൂടെയും ഞാൻ എൻ്റെ ദൈനംദിന ജീവിത യാത്ര നടത്തുമ്പോൾ കുടുംബത്തിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി വിശ്വാസത്തിൻ്റെ ചില മുറിപ്പാടുകൾ ഏറ്റെടുക്കാൻ കഴിയുന്നിടത്താണ് ഈ തിരുനാൾ നിന്നെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്തായി തീരുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണല്ലോ ഫുൾട്ടൻ ജേഴ്സിന് പ്രകാരം പറഞ്ഞു വയ്ക്കുന്നത്,
നമ്മുടെ ജീവിതത്തിൽ ജീവിതാന്ത്യത്തിൽ ഈ ലോകത്ത് മരണത്തിന് ശേഷം ദൈവ തിരുസന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സ്വർഗ കവാടത്തിങ്കൽ യേശുവിനെ ആദ്യമായി നാം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ യേശു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫുൾട്ടൻ ജേഴ്സിയും പറയുകയാണ്, സ്വർഗ കവാടത്തിങ്കലെത്തി നീ നിൽക്കുമ്പോൾ യേശു നിന്നോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കും. എൻ്റെ പ്രിയപ്പെട്ട മകനെ, എൻ്റെ പ്രിയപ്പെട്ട മകളെ, ഈ ലോകത്ത് നീ ജീവിച്ചു കടന്നു പോന്നപ്പോൾ എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റെടുത്ത സഹനത്തിൻ്റെ മുറിപ്പാടുകൾ എവിടെ? ഞാനൊന്നു കാണട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മകനെ, എൻ്റെ പ്രിയപ്പെട്ട മകളെ, ഈ ലോകത്ത് നീ ജീവിച്ച് കടന്നു പോന്നപ്പോൾ എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റെടുക്കേണ്ടി വന്ന സഹനത്തിൻ്റെ മുറിപ്പാടുകൾ എവിടെ? ഞാനൊന്ന് കാണട്ടെ. പ്രിയപ്പെട്ടവരെ, കാണിച്ചു കൊടുക്കാനുണ്ടാകുമോ ഇങ്ങനെ ഒരു സഹനത്തിൻ്റെ മുറിപ്പാടുകൾ? ഒരു തിരുശേഷിപ്പ് കണക്ക് നിന്റെ കൈവശമുണ്ടാകുമോ? നിന്റെ കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി വിശ്വാസം ജീവിച്ചതിൻ്റെ ഫലമായി ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന ചില മുറിപ്പാടുകളെ കാണിച്ചു കൊടുക്കാനുണ്ടാകുമോ നിന്റെ കൈവശം? അതുകൊണ്ട് ഫുൾട്ടൻ ജേഴ്സൻ തുടർന്ന് പറഞ്ഞു വയ്ക്കും, യഥാർത്ഥ ക്രിസ്തു അത് മുറിവേറ്റ ക്രിസ്തുവ. യഥാർത്ഥ ക്രിസ്തു മുറിവേറ്റ ക്രിസ്തുവ. യഥാർത്ഥ സഭ അത് മുറിവേറ്റ സഭയാ. അതിനാൽ യഥാർത്ഥ ക്രൈസ്തവൻ അവൻ മുറിവേറ്റ ക്രൈസ്തവനാ. ഒരു ക്രിസ്ത്യാനി എന്ന് നിനക്ക് അഭിമാനിക്കാൻ സാധിക്കണമെങ്കിൽ നിന്റെയും ജീവിതത്തിൽ ഉണ്ടാകണം ചില മുറിപ്പാടുകൾ, ചില രക്തസാക്ഷിത്വത്തിൻ്റെ തിരുശേഷിപ്പുകൾ നിന്റെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഈ തിരുനാള് നിനക്ക് നൽകുന്ന സന്ദേശം. പാവപ്പെട്ടവനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ ഒരു മുറിവുകൾ ഏറ്റെടുക്കാൻ നിനക്ക് കഴിയണം. ആരോരുമില്ലാത്തവനിലേക്ക്, ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ പോലും സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ചില കുടുംബാംഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ ഒരു മുറിപ്പാട്, സമൂഹത്തിൽ ആരോരുമില്ലാത്തവനിലേക്ക്, അവസരിലേക്കും പതിതരിലേക്കുമൊക്കെ ഇറങ്ങിച്ചെല്ലുമ്പോൾ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സഹനത്തിൻ്റെ മുറിപ്പാട്, ഒരു തിരുശേഷിപ്പ് കണക്ക് കാത്തുസൂക്ഷിക്കാനാകുമോ നിന്റെ ജീവിതത്തിൽ? അങ്ങനെയെങ്കിൽ ഈ ആഘോഷങ്ങളൊക്കെ അർത്ഥവത്തായി തീരും. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ സെബസ്ത്യാനോസ് രക്തസാക്ഷിത്വത്തിൻ്റെ മുറിപ്പാടുകളെയൊക്കെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ എങ്ങനെയാ ഈ വിശുദ്ധന് കഴിഞ്ഞത്? എങ്ങനെയാ ഈ വിശുദ്ധൻ തൻ്റെ ജീവിതത്തെ മുറിപ്പാടുകളെയൊക്കെ സ്വീകരിക്കാൻ കരുത്തു ലഭിച്ചത് എവിടെ നിന്നാ? നിന്റെയും ജീവിതത്തിലേക്ക് ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ വെല്ലുവിളി വെച്ചു നീട്ടുമ്പോൾ ഈ വിശുദ്ധനെ നോക്കി നീ പഠിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ വിശ്വാസം ജീവിച്ച് കടന്നു പോകുമ്പോൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സഹനത്തിൻ്റെ മുറിപ്പാടുകളെ അഭിമുഖീകരിക്കുവാൻ കരുത്തു ലഭിക്കണമെങ്കിൽ വിശുദ്ധനെ നോക്കി നീ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധന് കരുത്തു പകർന്നത്, രക്തസാക്ഷിത്വത്തിൻ്റെ മകുടം ചൂടാൻ കരുത്തു പകർന്നത് ജീവിതയാത്രയിൽ ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഓരോ നിമിഷവും തൻ്റെ വിശ്വാസത്തിന് ആധാരമായ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് അള്ളിപ്പിടിച്ചുകൊണ്ട് ജീവിതം നയിച്ചു എന്നുള്ളതാ ഈ വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഒരു പതിവ് നമ്മൾ കാണുന്നുണ്ട്. നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ ഒരു പതിവായി ജെറൂസലേം ദേവാലയത്തിൽ തിരുനാളാഘോഷത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു തിരുക്കുടുംബത്തെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ തിരുനാളാഘോഷവും നമ്മുടെയും ജീവിതത്തിൻ്റെ പതിവാണ്. അതിനപ്പുറത്തേക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടങ്ങളെ തേടിപ്പോകുന്ന ഒരു പതിവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ തിരുനാളാഘോഷവും നിന്റെ ജീവിതത്തിലേക്ക് നൽകുന്നത്. വിശുദ്ധൻ നിനക്ക് പറഞ്ഞു നൽകുന്നത് ജീവിതയാത്രയിൽ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവങ്ങളെ മുറുകെ പിടിക്കണമെങ്കിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടങ്ങളെ തേടിപ്പോകണമെന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലെ സകല മതങ്ങളും മതാത്മക ജീവിതവും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ മതങ്ങളിലും ദൈവ സാന്നിധ്യത്തെ തേടിപ്പോകാനുള്ള ഒരു തീഷ്ണത സകല മതങ്ങളിലുമുണ്ട്. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ശരണം വിളികളുമായി ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്നത് അവരുടെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടങ്ങളെ തേടിപ്പോകുന്നൊരു പതിവാണ്.
ലൈലല്ലാഹു ഇല്ലല്ലാഹു എന്ന് പറഞ്ഞ് ഹജ്ജിനായി നടന്നു നീങ്ങുന്ന നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടങ്ങളെ തേടിപ്പോകുന്നൊരു പതിവുണ്ടെന്നുള്ളതാണ്. അനുദിനം ദേവാലയത്തെങ്കിലേക്ക് വലിയ ദാഹത്തോടെ തീഷ്ണതയോടെ പ്രാർത്ഥനയ്ക്കായി വിശുദ്ധ ബലിക്കായി കടന്നു വരുന്ന ഓരോ ക്രൈസ്തവനും ഓർമ്മപ്പെടുത്തുന്ന കാര്യമിതാ, ജീവിതത്തെ ദൈവസാന്നിധ്യത്തോട് ചേർത്ത് വയ്ക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവസാന്നിധ്യത്തോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ നിനക്ക് സാധിച്ചാൽ നിന്റെ ജീവിതയാത്രയിൽ നേരിടേണ്ടി വരുന്ന സഹനത്തിൻ്റെ, വേദനയുടെ, നൊമ്പരങ്ങളുടെ മുറിപ്പാടുകളൊക്കെ അനുഗ്രഹത്തിൻ്റെ തിരുശേഷിപ്പുകളായി രൂപാന്തരപ്പെടുമെന്നുള്ളതാണ് ഈ തിരുനാൾ നിന്നെ പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് ദൈവസാന്നിധ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നിനക്ക് അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സെബസ്ത്യാനോസ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തും അതമർദ്ദനമേറ്റ് രക്തസാക്ഷിത്വം അകിടം ചൂടിയ ഒരു വലിയ തീഷ്ണമതി, ഒരു കാലഘട്ടത്തിൽ വിശ്വാസം ജീവിച്ചതിൻ്റെ ഫലമായി ജീവൻ ത്യജിക്കേണ്ടി വന്ന ഒരു വിശുദ്ധൻ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കൊച്ചു കാര്യമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസത്തിന്, സമൂഹത്തിൽ ജീവൻ പകരാൻ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് ജീവൻ ത്യജിക്കേണ്ടി വന്ന വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: ഈ കാലഘട്ടത്തിൽ വിശ്വാസം കൊണ്ട് അനേകരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ, സാക്ഷ്യം വഹിക്കാനുള്ള ഒരു വലിയ വെല്ലുവിളി നിന്റെ ജീവിതത്തിലുണ്ട്. വിശ്വാസവർഷം പ്രഖ്യാപിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 പാപ്പ പുറത്തിറക്കിയ പോർത്താഫീദെ, വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം വിശ്വാസത്തെ നിർവചിച്ചുകൊണ്ട് പറയുന്നത് ഇപ്രകാരമാണല്ലോ: വിശ്വാസം എന്നത് ഈ കാലഘട്ടത്തോട് നീ നടത്തേണ്ട സംവാദമാണ്. ക്രിസ്തു മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തോട് സംവദിക്കേണ്ടുന്ന ഒരു ജീവിത ശൈലിയാണ് വിശ്വാസ ജീവിതമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്തിടയ്ക്ക് ഇങ്ങനെ പറയുകയുണ്ടായല്ലോ: ക്രിസ്തുവിനെ നൽകാത്ത സഭ അത് മരിച്ച സഭയാണെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ നൽകാത്ത ഓരോ ജീവിതങ്ങളും അത് മരിച്ച ജീവിതങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിന് ക്രിസ്തുഭാവങ്ങൾ, കരുണയുടെ, സ്നേഹത്തിൻ്റെ, അലിവിൻ്റെ, കരുതലിൻ്റെ സ്നേഹഭാവങ്ങൾ, ക്രിസ്തുഭാവങ്ങൾ പകർന്നു നൽകാനുള്ള വലിയൊരു ഉത്തരവാദിത്വം, കടമ, വെല്ലുവിളി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തോട് സംവദിക്കേണ്ടുന്ന ജീവിതമാണ് നിൻ്റേത്. എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ ചില നേർചിത്രങ്ങൾ? ഈ കാലഘട്ടത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒരുതരം കലിയുഗ സംസ്കാരം വളർന്നു വരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും വളർന്നു വന്ന മനുഷ്യനെ മനുഷ്യനായി കാണാതെ സ്വന്തം രക്തബന്ധങ്ങളെ പോലും തകർത്തെറിയുന്ന രീതിയിൽ, നശിപ്പിച്ച് വിച്ച് ചീന്തുന്ന രീതിയിൽ ഒരു കലിയുഗ സംസ്കാരം വളർന്നു വരുമ്പോൾ വിശ്വാസ ജീവിതം നയിക്കുന്ന ഓരോ ക്രൈസ്തവൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ദൗത്യമാണ് ഈ കലിയുഗ സംസ്കാരത്തിൽ ഒരു സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ പുതിയുഗ സംസ്കാരം സൃഷ്ടിച്ചെടുക്കാൻ. അതിനു സാധിക്കണം നിനക്ക്. വീണ്ടും പരിശുദ്ധ പിതാവ് ജോൺ പോൾ മാർപ്പാപ്പാദ്യമായി പറഞ്ഞു വെച്ച ഒരു മരണ സംസ്കാരത്തിൻ്റെ മണിയൊച്ചകൾ നമ്മുടെയും ഈ സമൂഹത്തിലേക്ക്, ഈ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ഇന്ന് കുടുംബങ്ങൾ മരിച്ചു തുടങ്ങിയിരിക്കുന്നു, ദാമ്പത്യ ജീവിതങ്ങൾ മരിച്ചു തുടങ്ങിയിരിക്കുന്നു, വ്യക്തി ജീവിതങ്ങൾ മരിച്ചു തുടങ്ങിയിരിക്കുന്നു, സമൂഹം മരിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മരണ സംസ്കാരത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു ജീവൻ്റെ പുതുയുഗ സംസ്കാരം നിന്റെ വിശ്വാസ ജീവിതത്തിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ നിനക്ക് കഴിയണം. അവിടെ ഈ തിരുനാൾ അർത്ഥവത്തായി തീരുകയുള്ളൂ നിന്റെ ജീവിതത്തിൽ. ധാർമ്മികത മരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നീ ക്രിസ്തുവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ക്രൈസ്തവ മൂല്യങ്ങളിൽ വളർന്നു വരാൻ നിനക്ക് സാധിക്കണം. അവിടെ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതൊരു ക്രിസ്തു ജീവിത ശൈലിയാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് പറഞ്ഞു നൽകുന്നത് ഒരു ജീവിത ശൈലിയാണ്. ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീ നടത്തേണ്ടുന്ന ഒരു വിശ്വാസത്തിൻ്റെ ജീവിതയാത്ര. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിൻ്റെ ജീവിതയാത്ര നീ നടത്തി മുന്നോട്ട് നീങ്ങുമ്പോൾ, ദൈവ സാന്നിധ്യത്തെ നീ മുറുകെ പിടിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൻ്റെ തിന്മകളോടും നെറികേടുകളോടും നീ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പടപൊരുതുമ്പോൾ, ഒരുപക്ഷെ ഈ കാലഘട്ടം നിന്നെ നോക്കി വിളിക്കും: നീ പരാജിതനാണ്, നീ പരാജയപ്പെട്ടവനാണെന്ന് ഈ കാലഘട്ടം നിന്നെ നോക്കി പറയും.
നീ കാണിക്കുന്നത് മുഴുവനും ഭോഷത്തരമാണെന്ന് ഈ കാലഘട്ടം പറയും. പതിവായി ദേവാലയത്തിൽ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്ന ഒരുവനെ നോക്കി കാലഘട്ടം പറയും നീ പരാജിതനാണെന്ന്. ജീവിതത്തിൻ്റെ സഹനങ്ങളെയും നൊമ്പരങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരുവനെ നോക്കി കാലഘട്ടം പറയും നീ പരാജയപ്പെട്ടവനാണെന്ന്. ജീവിതത്തിൽ കുടുംബത്തിന് വേണ്ടി ചോരനീരാക്കി അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന ഒരു മകനെ നോക്കിയിട്ട് സമൂഹം പറയും നീ പരാജയപ്പെട്ടവനാണെന്ന്. പ്രിയപ്പെട്ടവരെ, സമൂഹം മുഴുവനും നിന്നെ നോക്കി പരാജയപ്പെട്ടവനെന്ന് പറയുന്നിടത്താണ് നിന്റെ ക്രൈസ്തവ ജീവിതം പുഷ്ടിപ്പെടുന്നത്, അനുഗ്രഹിക്കപ്പെടുന്നത്. കാരണം എൻ്റെ കർത്താവിനെ നോക്കിയും ഒരു കാലഘട്ടം പറഞ്ഞത് പരാജിതനെന്ന. പക്ഷേ കാലം തെളിയിച്ചു അവനായിരുന്നു വിജയിച്ചവനെന്ന്. ഉള്ളൂരിൻ്റെ ഒരു 4 വരി കവിത ഇപ്രകാരമുണ്ട്. ഉള്ളൂരിൻ്റെ 4 വരി കവിതയിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്.